Watch India's largest kids library only on Jio Hotstar. Download the app now. ഹലോ ചിങ്കം സാർ, ഞങ്ങളുടെ വീട്ടിൽ കള്ളം കയറി. ഹലോ ചിങ്കം സാർ, ഞങ്ങളുടെ എല്ലാം പോയി. ഞങ്ങള് കൊള്ളയടിക്കപ്പെട്ടു. ചെയ്യാം ഞാൻ എന്തേലും ചെയ്തോളാം. എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും? പക്ഷെ എന്തേലും ചെയ്തേ പറ്റൂ. എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. എന്ത് മനസ്സിലാവുന്നില്ലെന്നാ പറയുന്ന ചിങ്കം സാറേ? അങ്ങനെ എന്ത് ഗണിതത്തിന്റെ പ്രശ്നമാ? എടോ മോട്ടു പത്ലു, ഇത് ഗണിതത്തിന്റെ കാര്യമൊന്നും അല്ലെന്നേ. എന്നാ പിന്നെ തീർച്ചയായിട്ടും ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കണം. മോട്ടു പത്ലു, നിങ്ങൾ വെറുതെ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കല്ലേ. ഒന്ന് പോകുന്നുണ്ടോ അവിടെ? ഓക്കെ സാർ, ഞങ്ങൾ ഇവിടുന്ന് പോയിക്കോളാം. നിങ്ങളുടെ പ്രശ്നമല്ലേ, അത് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചേക്ക്. ഞങ്ങൾ പോവാണ്. സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. ഇന്ത്യ നിയമമാണ് സത്യം. ഒന്ന് നിൽക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു തരാം. ഒരു കാര്യമുണ്ട്, ഒരു വലിയ കാര്യമുണ്ട്. ഈ നഗരത്തിന്റെ സുരക്ഷതയാണ് ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം. അതൊരു വലിയ പ്രശ്നം തന്നെയാ. നമ്മുടെ നാട്ടിൽ കൊള്ളക്കാരും കള്ളന്മാരും ശല്യം ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാ പിന്നെ പെട്ടെന്ന് ജോണിനെ പിടിക്കേ. ഞാൻ അതിനേക്കാളും മുമ്പ് അകത്തായി മോട്ടു പത്ലു. ഞാനിപ്പോ മോഷണമൊക്കെ അങ്ങ് നിർത്തി വെച്ചിരിക്കുക. ആലോചിക്കൂ, ഇവൻ അകത്താണെങ്കിൽ അപ്പൊ പിന്നെ പുറത്തുള്ള കള്ളൻ ആരായിരിക്കും? അവൻ ആരാണെങ്കിലും ശരി, അവനെ ഞാൻ എന്ത് വന്നാലും പിടിച്ചിരിക്കും. പക്ഷെ ഞാൻ അവനെ പിടിച്ചാലും മോഷിച്ച വസ്തുക്കൾ അവരെ നിന്ന് കിട്ടില്ല. അവന്മാരത് ഒളിച്ചു വെച്ചിട്ടുണ്ടാവും. അവന്മാരൊക്കെ പഠിച്ച കള്ളന്മാരാണ്. ഇനി എന്ത് ചെയ്യും സാറേ? എന്റെ ബുദ്ധിയിൽ ഒരു വഴി തെളിയുന്നുണ്ട്. അവരുടെ ഗ്രൂപ്പിൽ ഞാനൊരാളെ ചേർക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ അവരുടെ എല്ലാ പ്ലാനും എനിക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. എന്നാ പിന്നെ എന്തിനാ വൈകിക്കുന്നത്? അതങ്ങ് ചെയ്തൂടെ? അത് തന്നെയാണ് എന്റെ പ്രശ്നം. ഞാൻ ആരെയാണ് ആ ഗ്രൂപ്പിലേക്ക് ചേർക്കുക? ആരുണ്ട് ഇവിടെ നമ്മുടെ ഫുർഫുര നഗരത്തിന് വേണ്ടി ഈ അപകടം പിടിച്ച പണി ചെയ്യാൻ? ഞങ്ങൾ തയ്യാറാണ്. എനിക്കറിയാം താനിത് പറയുമെന്ന്. പക്ഷെ മോട്ടൂന്റെ മീശ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ലോകത്തിൽ ഇങ്ങനൊരു മീശ ആർക്കും ഇല്ല. നമുക്കത് എന്തേലും ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ നമ്മുടെ മോട്ടൂനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കും. വേണ്ട, എന്റെ ഭംഗിയുള്ള മീശ. നാട്ടിലെ കള്ളന്മാര് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ എല്ലാ കൊള്ളയുടെയും പുറകില് ലുങ്കി ഗ്യാങ് ആണ്. നമ്മൾ ഇവിടെ ഉണ്ടായിട്ട് വേറൊരു ലുങ്കി ഗ്യാങ് എവിടെ നിന്ന് വന്നു വിട്ടു? ഇപ്പോൾ കിട്ടിയ വാർത്ത, കുറച്ചു നേരം മുമ്പ് ഒരു ബാങ്ക് കൊള്ളയടിക്കപ്പെട്ടു. ഈ കൊള്ളയുടെ പുറകിലും ലുങ്കി ഗ്യാങ്ങിന്റെ പേരാണ് കേൾക്കപ്പെടുന്നത്. ഈ ലുങ്കി ഗ്യാങ് വലിയൊരു സംഭവം തന്നെയാണല്ലോ. വേണമെങ്കിൽ നമുക്കും അവരുടെ കൂടെ കൂടാം. ഐഡിയ ശരിക്കും കൊള്ളാം ബോസ്. ഒരു വെടിക്ക് രണ്ട് പക്ഷി. ഇനി രണ്ട് ഗ്യാങ്ങും ചേർന്ന് വർക്ക് ചെയ്താൽ ജോലിയുടെ ഫലം 4 ഇരട്ടിയായിരിക്കും. ഇത് ലുങ്കി ഗ്യാങ് ആണല്ലോ. നിങ്ങൾ ഈ കൊള്ളക്കാരെ പിടിക്കാൻ സഹായിച്ചാൽ മതി. ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. മനസ്സിലായി, എല്ലാം എനിക്ക് മനസ്സിലായി. Stop in the name of law. ഇന്ത്യ നിയമമാണ് സത്യം. അവിടെ നിൽക്ക്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളും ഞങ്ങളുടെ കൂടെ കൂടിക്കോ. ഞങ്ങളുടെ ഗ്യാങ്ങിൽ നിങ്ങളും അംഗമായിക്കോളൂ. ഇല്ല. എങ്കിൽ ശരി, ഉടനെ മേലോട്ട് പോകാൻ തയ്യാറായിക്കോ. നിൽക്ക്, ഞങ്ങൾക്ക് സമ്മതമാണ്. ഞങ്ങൾക്ക് നിങ്ങളുടെ ഗ്യാങ്ങിൽ ചേരാൻ സമ്മതമാണ്. ഹലോ സർദാർജി, നിങ്ങളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. അവര് ലുങ്കി ഗ്യാങ്ങൊന്നും അല്ല, അവര് മോട്ടു പത്ലുവാ. അവരിപ്പോ ചിങ്കം പറഞ്ഞിട്ടാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത്, നിങ്ങളെയൊക്കെ പിടിക്കാൻ വേണ്ടി. അതെ സർദാറെ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഉറക്കെ ചിരിക്കുന്നത്? എന്തുകൊണ്ടെന്നാൽ എനിക്ക് നിങ്ങളെ പോലെ 2 മുത്തുകളെ കിട്ടിയില്ലേ, അതിന്റെ സന്തോഷമാ എനിക്ക്.
വന്നത് നമ്മുടെ പദ്ധതിക്ക് അവന്മാർ കണ്ടുപിടിച്ചെന്നോ. ഇനി നമ്മൾ മേളിലേക്ക് പോകാനുള്ള സമയമായെന്നാ തോന്നുന്നു പത്തലു. നിങ്ങൾക്ക് 3 ടെസ്റ്റ് തരാൻ പോവുകയാ. ആദ്യത്തെ ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞു. ഇത്രയും തോക്ക് കണ്ടിട്ടും നിങ്ങൾ പേടിച്ചില്ലല്ലോ. രണ്ടാമത്തെ ടെസ്റ്റ് ചിങ്കത്തിനെ മർദ്ദിക്കുക. ശരി, ഞങ്ങൾ ചെയ്തോളാം. ചിങ്കം സാറേ, ഞങ്ങൾക്കൊരു ടാസ്ക് കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്കിട്ട് തല്ലാൻ. പിന്നെന്തിനാ വൈകിക്കുന്നത്? തല്ലാൻ തുടങ്ങിക്കോ. എടോ, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? അവർക്ക് സംശയം വരാൻ പാടില്ല. നിങ്ങൾ ശക്തമായിട്ട് തല്ലിക്കോ. ഞാൻ കരയുന്നത് പോലെ ആക്ട് ചെയ്തോളാം. ഞാൻ എന്ത് കാണിച്ചാലും നിങ്ങൾ നിർത്തരുത്. കമോൺ, തുടങ്ങിക്കോളൂ. ഇൻ ദ നെയിം ഓഫ് ലോ. ഞാൻ ശരിക്കും പറയണ, എന്നെങ്ങനെ തല്ലല്ലേ, എനിക്ക് വേദനിക്കുന്നു. വേണ്ട, പറയുന്നത് കേക്ക്. എനിക്ക് ശരിക്കും വേദനിക്കുന്നുണ്ട്. എന്റെ അമ്മോ, ഇവിടെ നിർത്താനല്ല പറഞ്ഞു. സാറേ, നല്ല വേദന ഉണ്ടോ? എന്റെ അമ്മോ, എത്ര തവണ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സിംഹത്തിന് ഒരിക്കലും വേദനക്കില്ലെന്ന്. നിങ്ങൾ ഇവിടെ തന്നെ നിന്ന്, ഞാനിപ്പോ വരാം. എന്റെ അമ്മോ, എനിക്ക് ഒരുപാട് വേദനിക്കുന്നു. നിങ്ങൾ സത്യത്തിൽ വളരെ മിടുക്കന്മാരാ. ഇനി ലാസ്റ്റ് ടെസ്റ്റ്. നിങ്ങൾക്കിനി എത്ര പേരുടെ മർദ്ദനത്തിന് ഇരയാകാൻ സാധിക്കുമെന്ന് നോക്കാം. എപ്പോഴെങ്കിലും പിടിക്കപ്പെട്ടാൽ പോലീസ് ഇടിച്ചിടിച്ച് സത്യം പറയിക്കും. അതുകൊണ്ട് നമ്മുടെ ശരീരം വളരെ ശക്തിയുള്ളതായിരിക്കണം. എത്ര തന്നെ നാം മർദ്ദിക്കപ്പെട്ടാലും സത്യം പറയാൻ പാടില്ല. ഞങ്ങൾ നോക്കട്ടെ നിങ്ങൾക്ക് എത്ര ശക്തിയുണ്ടെന്ന്. എങ്കിൽ തുടങ്ങിക്കോളൂ കൂട്ടരെ, മർദ്ദനം ആരംഭിക്കട്ടെ. ഇവന്മാരൊക്കെ ശരിക്കും വേദനിക്കുന്നത് പോലെയാണല്ലോ ഇട്ട് തല്ലുന്നത്. ഫുർഫുറി നഗരത്തിന് വേണ്ടി നമ്മൾ എത്ര തല്ലു മേടിച്ചാലും കുഴപ്പമില്ല. എന്റെ ഫോട്ടോ ഇനി സഹിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇനി ഒട്ടും പറ്റില്ല. ഇപ്പൊ തന്നെ നമ്മളെ ഇടിച്ചിടിച്ച് മുകളിലേക്ക് പറഞ്ഞയക്കുമെന്നാ തോന്നുന്നേ. വേഗം എന്തെങ്കിലും ഒന്ന് ആലോചിക്കേ. അതേ, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്കേ. ഐഡിയ. ഇനി ചിങ്കം സാറിന്റെ പ്ലാൻ വിട്ടേക്ക്. നമ്മുടെ സ്വന്തം ഐഡിയ പ്രയോഗിക്കാം. സമൂസ കഴിക്കുക, പണി തുടങ്ങിക്കോ. അതേ, കൊള്ളക്കാരൻ ചേട്ടാ ഒന്ന് നിൽക്കൂ. ഇത്രയും നേരമായിട്ട് ഞങ്ങൾക്ക് അടി മാത്രമല്ലേ തരുന്നുള്ളൂ. ഇനി കുറച്ച് സമൂസ കൂടെ തരുമോ? അല്ല, നീ എന്തായി ചെയ്യുന്നത്? എവിടേക്കാ പോകുന്നത്? കൊള്ളക്കാര് പുറകിലാണ്. ഓ സോറി സോറി, സിനിമയിലൊക്കെ കാണാറില്ലേ ഹീറോസ് ഒരു പെട്ടിയിൽ നിന്ന് മറ്റേ പെട്ടിയിലേക്ക് ഓടുന്നത്? അതുപോലെ ഓടി നോക്കിയതാ. സോറി സോറി.
എന്റെ കൂട്ടുകാരനെയാണ് അടിക്കുന്നേ. രക്ഷിക്കണേ, ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. മോട്ടു എഴുന്നേൽക്ക്. അവനെ തള്ളി താഴെയിട്. എന്റെ അമ്മോ, ഇതുവരെ നാളികേരാണ് വീണോണ്ടിരുന്നത്, ഇപ്പൊ കള്ളന്മാരാണല്ലോ വീഴുന്നത്. സൂര്യൻ പ്രകാശിക്കുന്നത് പോലെ മോട്ടു പത്ലുവിന്റെ പേരും നിലനിൽക്കും. The name is ചിങ്കം. No, 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 no. The name is മോട്ടു പത്ലു. നമ്മുടെ ഫുർഫുറെ നഗരത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഇവർ എന്ത് ത്യാഗം ചെയ്യും. ഇവരാണ് നമ്മുടെ നഗരത്തിലെ ശരിക്കുള്ള ഹീറോസ്. ഇന്ത്യ നിയമമാണ് സത്യം, നമ്മുടെ ഭാരത രാജ്യമാണ് സത്യം. ഹാ. Watch India's largest kids library only on Jio Hotstar. Download the app now.